വിജയമുണ്ട്. അതല്ലെങ്കിൽ ഭിന്നിച്ചു പോകും. അപ്പൊ സമൂഹം ഭിന്നിക്കൽ എങ്ങനെയാണ്? സമൂഹം ഭിന്നിക്കുന്നത് എങ്ങനെയാണ്? സമ്പത്തിന്റെ പേരിലല്ല, മറ്റേതെങ്കിലും അധികാരങ്ങളുടെ പേരിലല്ല. ഭിന്നിപ്പ് ആധികാരികമായി സംഭവിക്കുന്നത് ആദർശ രംഗത്തുള്ള ഭിന്നിപ്പ് നടക്കുമ്പോഴാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, നിങ്ങൾ ഈ പാശത്തെ വിട്ടുകഴിഞ്ഞാൽ ഭിന്നിപ്പായിരിക്കും. അതുകൊണ്ട് ഇത് മുറുകെ പിടിച്ചോളണം, ഇത് മുറുകെ പിടിച്ചോളണം. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ومن يعتصم بالله فقد هدي الى صراط مستقيم. സുബ്ഹാനല്ലാഹ്. അല്ലാഹു എന്താണ് പറഞ്ഞത്? ومن يعتصم بالله, ആര് അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ, ആര് അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ, എന്താണ് പറഞ്ഞതിന്റെ ആശയം? അല്ലാഹു പഠിപ്പിച്ച നിയമങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഞാൻ തെളിവുകളും പ്രമാണങ്ങളുമായി സ്വീകരിക്കുക. മറ്റാരുടേതും എനിക്ക് വലുതല്ല. ആ നിയമങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ആ അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട് തനിക്കെന്ത് പ്രയാസങ്ങൾ വന്നാലും തന്നേക്കാൾ അതറിയുന്നവൻ അള്ളയാണെന്നും അവൻ വിചാരിച്ചാൽ സെക്കൻഡുകൾ കൊണ്ടത് ഇല്ലായ്മയാക്കാൻ കഴിയുമെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിൽ അടിയുറച്ചുകൊണ്ട് മുറുകെ പിടിക്കുകയാണെങ്കിൽ ഫഖദ് ഹുദിയ, തീർച്ചയാണ് അവന് വഴി കാണിക്കപ്പെട്ടിരിക്കുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, ഇലാ സിറാത്തിൻ മുസ്തഖീം, ഏറ്റവും ചൊവ്വായ പാതയിലേക്ക്. അപ്പോൾ ചൊവ്വായ പാതയിലേക്ക് വഴി കാണിക്കപ്പെടണമെങ്കിൽ അല്ലാഹുവിനെ മുറുകെ പിടിക്കണം. ആ പാതയിൽ നിന്ന് തെന്നിയാലോ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെന്നിത്തെറിച്ചു പോകും. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. എന്നിട്ടാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ പരസ്പരം കടിച്ചു കീറുന്ന ഒരു സമൂഹമായിരുന്നില്ലേ? ഈ ഖുർആനിലൂടെ ഹദീസിലൂടെ നിങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തിയില്ലേ? തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു, ഈ ഐക്യം നിലനിൽക്കാൻ എന്താണ് വേണ്ടത്? ചിലരൊക്കെ മനസ്സിലാക്കി ഐക്യം നിലനിൽക്കുകയേ വേണ്ടൂ, സമൂഹത്തിൽ ഐക്യമാണ് വേണ്ടത്. ഇനി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ സമൂഹം ഭിന്നിച്ചേക്കും. കാര്യങ്ങൾ തുറന്നു പറയലാണ് ആളുകൾക്കിടയിൽ ഭിന്നിപ്പിന് കാരണമാകുന്നതെന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചുപോയി. അതുകൊണ്ട് ഇസ്ലാം തുടർന്നുകൊണ്ട് പറയുന്നത് നോക്കൂ. ഇസ്ലാം എന്താ പറയുന്നത്? സമൂഹമേ, നിങ്ങൾ ഭിന്നിക്കാതെ ഒന്നിച്ചു നിന്നിട്ട് എന്ത് വേണം? നിങ്ങൾ ഇങ്ങനെ സുഖമായി ജീവിച്ചോളൂ എന്നാണോ? നിങ്ങൾ ഭിന്നിക്കാതെ ഒന്നിച്ചു നിന്ന് സുഖമായി അങ്ങനെ കഴിഞ്ഞോളൂ എന്നാണോ? തീർന്നില്ല നിങ്ങളുടെ ബാധ്യത, തീർന്നില്ല നിങ്ങളുടെ ബാധ്യത. തുടർന്നുകൊണ്ടുള്ള പറയാണ്, വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നൊരു സമുദായമുണ്ടാകട്ടെ, നിങ്ങളിൽ നിന്നൊരു സമുദായമുണ്ടാകട്ടെ. ഒന്നിച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമുദായം. അഥവാ നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അതിന്റെ രൂപമെന്ന് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുകയാണ്, വയഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ സദാചാരം കൊണ്ട് കൽപ്പിക്കുന്നു, നല്ല നല്ല കാര്യം കൊണ്ടവർ കൽപ്പിക്കുന്നു. അതുമാത്രം മതിയോ? ചിലരങ്ങനെ മനസ്സിലാക്കി, നല്ല കാര്യങ്ങൾ മാത്രം ജനങ്ങളോട് കൽപ്പിച്ചാൽ മതി. സമൂഹത്തിൽ കാണുന്ന ദുരാചാരങ്ങൾക്കെതിരെ, ദുശ്ശീലങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, ദുരാചാരങ്ങൾക്കെതിരെ, നാട്ടുമാമൂലുകൾക്കെതിരെ, സമൂഹമുണ്ടാക്കിയ ഇല്ലാത്ത മാറാപ്പുകൾക്കെതിരെ നാം മിണ്ടിപ്പോകരുത്. മിണ്ടിയാൽ ജനം ഭിന്നിച്ചേക്കും. അതാണോ ഇസ്ലാം പറയുന്നത്? ഇത്രത്തോളം ഐക്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന പടച്ച റബ്ബ് അതിനുള്ള മാർഗമാണ് പറയുന്നത്. നിങ്ങൾ ഭിന്നിക്കരുത്, ഒന്നിക്കണം. എന്നിട്ട് ഒന്നിച്ച് വെറുതെ നിൽക്കുകയല്ല, നിങ്ങൾ പണിയെടുക്കണം. എന്തിനു വേണ്ടി പണിയെടുക്കണം? നന്മയിലേക്ക് ക്ഷണിക്കാൻ. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകർ, വയൻഹൗന അനിൽ മുൻകർ. എന്ത് ചെയ്യണം അവർ? അവരെന്താണ് ചെയ്യേണ്ടത്? ദുരാചാരങ്ങളെ തൊട്ട് ജനങ്ങളെ തടയണം. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, സദാചാരം കൊണ്ട് കൽപ്പിക്കുന്ന, ദുരാചാരങ്ങളെ ആർക്കിഷ്ടമല്ലെങ്കിലും മുഖം നോക്കാതെ പടച്ച റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദുരാചാരങ്ങളെ എതിർക്കുന്ന, സദാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ. വൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, വൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ശരിക്കും പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ, അവരാണ് വിജയികൾ. അക്കൂട്ടര് മാത്രമാണ് വിജയികൾ.
ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മുടെ മരണാനന്തരം നമുക്ക് വിജയം കിട്ടണം. നമ്മുടെ ഖബറിൽ നമുക്ക് സമാധാനം വേണം, മഹ്ശറിൽ നമുക്ക് സമാധാനം വേണം, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഫലാഹും നജാത്തും വേണം. ലാ ഫലാഹ വലാ നജാത്ത, ഒരു രക്ഷയും ഒരു വിജയവുമില്ല ഇല്ലാ ബിഇഅ്തിസാമി കിതാബില്ല, അല്ലാഹുവിന്റെ കിതാബ് മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ, ആ ഹബ്ലുള്ള മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ ഒരു രക്ഷയും നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ടാണ് അല്ലാഹു അതിന്റെ മാർഗങ്ങൾ പറയുന്നത്. തുടർന്നുകൊണ്ട് ഇനിയും പറയുന്നത് നോക്കൂ, വലാ തകൂനൂ, നിങ്ങളായിത്തീരരുതേ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഈ ദഅ്വാ സംഘത്തോട്, ഈ ബാധ്യത ഏൽപ്പിക്കപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്, വലാ തകൂനൂ, നിങ്ങളായിത്തീരരുത് കല്ലദീന തഫറഖൂ വഖ്തലഫൂ, ഭിന്നിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്, അഭിപ്രായ വ്യത്യാസത്തിലായ ഒരു കൂട്ടം ആളുകളുണ്ട്. ആരാണവർ? യഹൂദികൾ, നസറാനികൾ. അവര് ഭിന്നിച്ചു. ഏതിനു ശേഷമാണ് അവർ ഭിന്നിച്ചത്? അവർക്ക് തെളിവ് കിട്ടാത്തത് കൊണ്ടല്ല, തൗറാത്തിലും ഇഞ്ചീലിലും സത്യം പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ടല്ല, പക്ഷേ അവരവർക്ക് വേണ്ടത് മാത്രം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും അവർക്കിഷ്ടമില്ലാത്തതിനെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മൂടിവെക്കുകയും ചെയ്തുകൊണ്ട് സത്യം വന്നു കിട്ടിയതിനു ശേഷവും മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ വേദഗ്രന്ഥങ്ങളിലൂടെ വന്നു കിട്ടിയതിന്റെ ശേഷവും ആ കൽപ്പനകളെ മാനിക്കാതെ തന്നിഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് ഭിന്നിച്ചുപോയ യഹൂദി നസാറാക്കളെ പോലെ നിങ്ങളായിത്തീരരുത് വിശ്വാസികളെ. എത്ര ഗൗരവമായ കൽപ്പന, എത്ര ഗൗരവമായ നിർദ്ദേശം. വഉലൈക ലഹും അദാബുൻ നദീം, അവർക്ക് ഏറ്റവും വമ്പിച്ച മാരകമായ അതികഠിനമായ ശിക്ഷയാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ആയത്തിൽ പറഞ്ഞതിന്റെ ചുരുക്കം? ഈ സമുദായം ഒരൊറ്റ സമുദായമാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും വ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും ഫത്തഖൂൻ. നിങ്ങൾ ഒരൊറ്റ സമുദായമാണ്. അമ്പിയാക്കൾ മുഴുവൻ ഈ ലോകത്ത് വന്നത് ഒരേ ഒരു ആദർശത്തിലേക്ക്, എല്ലാവരും ഒരേ ആദർശത്തിലേക്കാണ് ക്ഷണിച്ചത്. അതെന്താണ്? വാന റബ്ബുക്കും ഫത്തഖൂൻ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ എന്നെ സൂക്ഷിക്കണം എന്നതാണ് അള്ളാഹു അവരെ അറിയിച്ചത്. അതാണ് അവർ ജനങ്ങളെ പഠിപ്പിച്ചത്. സമാനമായ മറ്റൊരായത്ത് കൂടെ കേട്ടോളൂ. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വാന റബ്ബുക്കും ഫഅ്ബുദൂൻ വഅന റബ്ബുക്കും ഫഅ്ബുദൂൻ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ. ഈ ആദർശത്തിൽ ഊന്നി നിന്നുകൊണ്ട്, ഈ ആദർശത്തിലൂടെ മാത്രമേ മനുഷ്യന് ഒന്നാകാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത ഒന്നാകലുകൾ, ആദർശങ്ങളുടെ യഥാർത്ഥമായ രഞ്ജിപ്പില്ലാത്ത ഒന്നാകലുകൾ, വൈവിധ്യമാർന്ന ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒരിക്കലും ഒന്നാവുകയില്ല. വെളിച്ചത്തിലേക്ക് വന്നാലല്ലാതെ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നാലല്ലാതെ ഐക്യമോ സൗഹാർദ്ദമോ അതുപോലെ തന്നെ ആ നിലക്കുള്ള കെട്ടുറപ്പോ ഭദ്രതയോ ഒരു സമൂഹത്തിലും ഉണ്ടാവുകയില്ല. അങ്ങനെ ആ ആദർശത്തിൽ നിന്നൊരാൾ മാറി നിൽക്കാൻ പാടില്ല. ഒരാൾ ആദർശത്തിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ അവൻ ആരെപ്പോലെയാണ്? ആട്ടിൻകൂട്ടത്തിൽ നിന്ന് തെന്നിമാറുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ആടിനെയാണ് ചെന്നായി ആക്രമിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, കസിബിൽ ഖാസിയ, ജമാഅത്തിൽ നിന്ന് അഥവാ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആദർശത്തെ കണിശമായി ജീവിതത്തിൽ പുലർത്തുന്ന ആ ഭദ്രമായ പാശത്തിൽ നിന്നൊരാൾ തെറിച്ചു പുറത്തുപോയാൽ കസിബിൽ ഖാസിയ, അവൻ ഏതുപോലെയാണ്? അകന്നു നിൽക്കുന്ന ചെന്നായ. അത് യഥാർത്ഥത്തിൽ ആട്ടിൻകൂട്ടത്തെ യഥാർത്ഥത്തിൽ ഒന്നിച്ചാണെങ്കിൽ അത് ആക്രമിക്കുകയില്ല, മറിച്ച് അത് ആക്രമിക്കുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെയാണ്. ഇത് നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ടുള്ളത്, നാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വിജയത്തെയും അവനിൽ നിന്നുള്ള പാപമോചനത്തെയും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലേക്കും മടങ്ങലാണ്. അത് നാം നന്നായി പഠിച്ച് അതിൽ പറയുന്ന ആശയങ്ങൾ, ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നാൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അതാണ് അള്ളാഹു തആല അറിയിച്ചിട്ടുള്ളത്, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ യൻസുർക്കും,
യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. അതുകൊണ്ട് എന്താണ് ഹബ്ലുല്ലാ എന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ പാശമായ ഖുർആൻ, അതിന്റെ വ്യാഖ്യാനങ്ങൾ കൃത്യമായി നാം പഠിക്കുക, മനസ്സിലാക്കുക. അത് പഠിക്കാനുള്ള വേദികളിലേക്ക് ആവേശപൂർവ്വം നാം ഒന്നിച്ചു ചേരുക. എന്നിട്ട് ആദർശങ്ങളെ കൃത്യമായി നെഞ്ചിലേറ്റിക്കൊണ്ട് ഒന്നിച്ചു നിൽക്കുക. ഒരിക്കലും ആ കാര്യത്തിൽ ഭിന്നതയുണ്ടാകരുത്. ഭിന്നിച്ചാൽ നാശമാണ്, കാറ്റുപോയി പോകും, നിങ്ങളുടെ എല്ലാം നശിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നിക്കുവാനുള്ള വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം നമ്മോട് ഉണർത്തിയിട്ടുള്ളത് ആദർശത്തിന്റെ പേരിൽ ഹബ്ലുള്ള മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒന്നിപ്പാണ്. അതിനുവേണ്ടി എല്ലാവരും കൂട്ടമായി പഠിക്കുകയും പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്തുകൊണ്ട് ആ രൂപത്തിലുള്ള ഒന്നിക്കലിലേക്ക്, ഐക്യത്തിലേക്ക്, മുന്നേറ്റത്തിലേക്ക് എല്ലാവരും മുന്നേറണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്. അർഹമുർറാഹിമീനായ നാഥൻ പരലോക രക്ഷയ്ക്ക് നിദാനമായ രൂപത്തിൽ അവൻ നമ്മോട് കൽപ്പിച്ച ഹബ്ലുള്ളയിൽ ഇഅ്തിസാം ചെയ്തുകൊണ്ട് മുന്നേറുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തൻ നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നു. അത് നാടുകളിലെ ഭരണാധികാരികൾ തമ്മിലുള്ള യോജിപ്പിലായാലും അത് സംഭവിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇമാറാത്ത്. അതിന്റെ ഐക്യ സ്വഭാവത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ രാജ്യത്ത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രൂപത്തിൽ പ്രവർത്തിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഈ അറബ് എമിറേറ്റ്സ് എന്ന പേരിൽ ഒരു ഏക രീതിയിലേക്ക് മാറിയത് 1971 എന്ന് നമുക്കറിയാം. 1971 ഐക്യ അറബ് എമിറേറ്റ്സ് ആയി രൂപപ്പെട്ടതിന്റെ ശേഷം 39ഓളം കൊല്ലങ്ങൾ പിന്നിട്ടിട്ടുള്ള ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ 7 സംസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നേറുന്നതിന്റെ ഫലം രാജ്യത്തുള്ള എല്ലാ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശികളായ പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾക്ക്, നമ്മുടെ നിത്യവൃത്തിക്ക് വകയുണ്ടാക്കിയത് നമ്മളേവരും ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നിർഭയത്വം, നിർഭയരായി ജോലി ചെയ്യാൻ സാധിക്കുന്നു, നിർഭയരായി താമസിക്കാൻ സാധിക്കുന്നു, നിർഭയത്വത്തോടുകൂടി പള്ളിയിൽ പോകാനും ഇബാദത്ത് ചെയ്യാനും അനുവാദം ലഭിക്കപ്പെടുന്നു. ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുവാൻ ഉതകുന്ന നിലക്ക് രാജ്യമെമ്പാടും സ്ഥാപനങ്ങളും കലാലയങ്ങളും മസ്ജിദുകളും, പ്രത്യേകിച്ച് വിദേശികളായ ആളുകൾ അവർക്ക് ദീന് പഠിക്കുവാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന നിലക്ക് വൈവിധ്യമാർന്ന ഭാഷകളിലൂടെ ഓരോ പള്ളികളിലേക്കും ധാരാളം ആളുകൾ എത്തിച്ചേരുന്നത് ഏത് ഭാഷക്കാരാണെങ്കിൽ അവർക്ക് കൂടി ദീന് പഠിക്കുവാനുള്ള സൗകര്യം എന്ന നിലക്ക് രാജ്യത്തിന്റെ എമിറേറ്റ്സിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിൽ വിവിധ ഭാഷകളിലാണ് ഖുതുബകൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ രാജ്യത്ത് കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ്. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഖുതുബയുള്ള രാജ്യമാണിത്, തമിഴിൽ ഖുതുബയുള്ള രാജ്യമാണിത്, ഉറുദുവിൽ ഖുതുബയുണ്ട്, ഹിന്ദിയിൽ ഖുതുബയുണ്ട്. നാം മലയാള ഭാഷയിലും ജുമാ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും വരുന്ന ആളുകൾക്ക് ആഴ്ചയിലൊരിക്കലെങ്കിലും അവരുടെ ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന നല്ല മനസ്സോടുകൂടി
രാജ്യത്തെ മതകാര്യ വകുപ്പ് അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തന്നിരിക്കുകയാണ്. പഠിക്കുവാനും ഇസ്ലാമിക പ്രബോധനങ്ങൾ നിർവഹിക്കുവാനുമുള്ള മർക്കസുകൾ ഈ രാജ്യത്ത് വിദേശികൾക്ക് അനുഭവിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം 30 വർഷങ്ങളോളമായി മർക്കസ് ഇസ്ലാഹിൽ മുസ്ലിമീൻ അൽ ഹിന്ദി എന്ന പേരിൽ, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ എന്ന പേരിൽ ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ മതകാര്യ വകുപ്പിന്റെ അനുവാദത്തോടുകൂടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നു, ഹദീസുകൾ പഠിപ്പിക്കുന്നു, സഹാബ ചരിത്രം പഠിപ്പിക്കുന്നു, അഖീദ പഠിപ്പിക്കുന്നു, അഖ്ലാഖ് പഠിപ്പിക്കുന്നു, ഇബാദാത്തുകൾ പഠിപ്പിക്കുന്നു, മുആമലാത്തുകൾ പഠിപ്പിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആവശ്യമായ നിലക്ക് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, അവരുടെ ഖുർആൻ പഠനം